ഹലോ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. അവിടെ വേർഡ് ക്ലോസ് നമ്മളൊക്കെ പറഞ്ഞു. വേർഡ് ക്ലോസ് വെച്ചിട്ട് നമ്മൾ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് ക്വറീസ് എഴുതാനും അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കണ്ടീഷൻസ് എഴുതാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ക്വറി എഴുതാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബിറ്റ്വീൻ ആൻഡ് എന്നൊക്കെ പറയുന്ന ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു റേഞ്ച് ഓഫ് വാല്യൂസിനെ എങ്ങനെ മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ ആ റേഞ്ച് ഓഫ് വാല്യൂസിനെ എങ്ങനെ കണ്ടീഷനാക്കിയിട്ട് ക്വറി എഴുതാം ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിറ്റ്വീൻ ആൻഡ് യൂസ് ചെയ്തിട്ട് റേഞ്ച് ഓഫ് വാല്യൂസിനെ മെൻഷനാക്കി പറയുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് കണ്ടീഷൻ ബേസ്ഡ് ഓൺ എ റേഞ്ച് ഓഫ് വാല്യൂസ്. റേഞ്ച് ഓഫ് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ക്വറീസാണ് നമ്മൾ എഴുതാൻ പോണേ. അപ്പോൾ എന്താണ് ബിറ്റ്വീൻ ആൻഡ് എന്ന് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. എ റേഞ്ച് ഓഫ് വാല്യൂസ് ക്യാൻ ബി ഗിവൺ ആസ് കണ്ടീഷൻ. ദ SQL ഓപ്പറേറ്റർ ബിറ്റ്വീൻ ആൻഡ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ റേഞ്ച്. അല്ലേ, ഒരു കണ്ടീഷനായിട്ട് ഒരു റേഞ്ച് ഓഫ് വാല്യൂസിനെയാണ് നമുക്ക് തരുന്നെങ്കിൽ, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഇത്ര മുതൽ ഇത്ര വരെ എന്നാണ് നമ്മുടെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ SQL ഓപ്പറേറ്റർ ആയിട്ടുള്ള ബിറ്റ്വീൻ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിവിടെ ക്വറി എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. സപ്പോസ് വി നീഡ് എ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഹൂസ് മന്ത്ലി ഇൻകം ഫോൾസ് ഇൻ റേഞ്ച് ഓഫ് 25,000 to 45,000. നമുക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിനെയാണ് വേണ്ടത്. എന്താണ് നമ്മുടെ കണ്ടീഷൻ? അവരുടെ ഫാമിലി ഇൻകം 25,000-നും 45,000-നും ഇടയിൽ, അല്ലെങ്കിൽ 25,000-നും 45,000-നും ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് സ്റ്റാർ യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റാർ യൂസ് ചെയ്യാം. ജസ്റ്റ് ഡീറ്റെയിൽസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ഡീറ്റെയിൽസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നെയിമും ഫാമിലി ഇൻകവും മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണ്ടത് ലിസ്റ്റ് ഓഫ് കുട്ടികളെയാണ്. ആർക്കൊക്കെയാണ് ഫാമിലി ഇൻകം 25,000-നും 45,000-നും ഇടയിൽ വരുന്നത്. അപ്പോൾ അവരെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ രണ്ട് കുറിയായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ ഇവരെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഒന്ന് ഇവിടെ നോക്കുക, ക്വറി 9.15 സെലക്ട് നെയിം എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. നെയിമും എഫ് ഇൻകം ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണത്. വേർഡ് എഫ് ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25,000 ആൻഡ് എഫ് ഇൻകം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25,000. ഇങ്ങനെ എഴുതിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ 25,000-നും 45,000-നും ഇടയിലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. കാരണം 25,000 എഫ് ഇൻകം 25,000-നേക്കാൾ ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ, പിന്നെയുള്ളത് ഫാമിലി ഇൻകം 45,000-ന് ചെറുതോ അതോ ഈക്വലോ ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കിട്ടും. പക്ഷേ ബിറ്റ്വീൻ ആൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും? ബിറ്റ്വീൻ ആൻഡ് യൂസ് ചെയ്യുമ്പോൾ ക്വറി 9.16 നോക്കുക. സെലക്ട് നെയിം എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. വേർഡ് എഫ് ഇൻകം ബിറ്റ്വീൻ 25,000 ആൻഡ് 45,000. ഇങ്ങനെയാണ് ബിറ്റ്വീൻ ആൻഡ് യൂസ് ചെയ്തിട്ട് റേഞ്ച് ഓഫ് വാല്യൂസിനെ കണ്ടീഷനാക്കിയിട്ട് എഴുതുന്നത്. വേർഡ് എഫ് ഇൻകം ആണ് നമ്മുടെ കണ്ടീഷനിൽ നിൽക്കുന്നത്. എഫ് ഇൻകം ബിറ്റ്വീൻ 25,000 ആൻഡ് 45,000. അപ്പോൾ നമുക്ക് ഇവിടെ ഫിഗർ 9.12 അതിൽ തന്നിട്ടുണ്ട്. നൈക്കും ഭരത്തുമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അവരുടെ എഫ് ഇൻകം എന്ന് പറയുന്നത് 35,000-നും 45,000-നും ആണ്. ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ഇതിന് ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ 45-ന് കൂടുതലുള്ളവരോ അല്ലെങ്കിൽ 25-ന് കുറവുള്ളവരോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബിറ്റ്വീൻ ആൻഡ് വെച്ചിട്ട് നമ്മൾ എഴുതുക. എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യനാണ് ബിറ്റ്വീൻ ആൻഡ് യൂസ് ചെയ്തിട്ട്. അത് ഇന്നത് യൂസ് ചെയ്യാനൊന്നും പറയില്ല. ചിലപ്പോൾ റേഞ്ച് ഓഫ് വാല്യൂസ് ക്വസ്റ്റ്യനായിട്ട് തരികയാണ് ചെയ്യുക. അപ്പോൾ ഏത് ഓപ്പറേറ്ററാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. അങ്ങനെ എഴുതുക. അപ്പോൾ ബിറ്റ്വീൻ ആൻഡ് നമ്മളുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ എ ലിസ്റ്റ് ഓഫ് വാല്യൂസ്. അതായത് ലിസ്റ്റ് ഓഫ് വാല്യൂസ് തന്നിട്ട് അതിനെ കണ്ടീഷനാക്കിയിട്ട് കുറേ എഴുതാൻ പറയും. നമുക്ക് നോക്കാം. വൈൽ സെറ്റിംഗ് കണ്ടീഷൻസ് ഫോർ ദ റിട്രീവൽ ഓഫ് റെക്കോർഡ്സ് എ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ക്യാൻ ബി പ്രൊവൈഡഡ്. ചിലപ്പോൾ നമുക്ക് കണ്ടീഷനായിട്ട് തരുന്നത് കുറച്ച് ലിസ്റ്റുകളായിരിക്കാം, കുറച്ച് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം? ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. In such a case, the operator in is used with the list. Suppose we want
ടു റിട്രീവ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് റിട്രീവ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്താണ് വേണ്ടത്? കോമേഴ്സും ഹ്യൂമാനിറ്റീസും ഗ്രൂപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസാണ് വേണ്ടത്. എന്താ? സപ്പോസ് വി വാണ്ട് ടു റിട്രീവ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ കുറേ എഴുതാം? ഹ്യൂമാനിറ്റീസിലോ കോമേഴ്സിലോ ആയാൽ മതി. അപ്പോൾ നമുക്ക് കുറേ 9.17 നോക്കുക. സെലക്ട് എ സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർഡ് കോഴ്സ് ഈക്വൽ ടു കോമേഴ്സ് ഓർ കോഴ്സ് ഈക്വൽ ടു ഹ്യൂമാനിറ്റീസ് സെമികോളൻ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വരും. കോമേഴ്സിലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലോ ആയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് വരിക. ഇത് എങ്ങനെ ഇൻ വെച്ചിട്ട് ചെയ്യാം? അതായത് ലിസ്റ്റ് ഓഫ് വാല്യൂസ് അല്ലേ, കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കണ്ടീഷൻ. അത് നമുക്ക് ഇൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വറി 9.18 നോക്കാം. സെലക്ട് സ്റ്റാർട്ട് ഫ്രം സ്റ്റുഡൻറ്റ് വേർഡ് കോഴ്സ് ഇൻ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ കോമേഴ്സ് ഹ്യൂമാനിറ്റീസിൽ ഇന്നായിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ വേർഡ് കോഴ്സ് ഇൻ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും നമ്മുടെ ഫിഗർ 9.13 ഔട്ട്പുട്ട് തന്നെയാണ് വരിക. കോമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഉണ്ടായിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വെച്ചിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. സയൻസ് ഗ്രൂപ്പിലല്ലാത്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു ക്വറി എഴുതിയായിരുന്നു. സയൻസ് ഗ്രൂപ്പിലല്ലാത്ത കുട്ടികൾ, അവിടെ നമ്മൾ എഴുതിയത് വേർഡ് നോട്ട് കോഴ്സ് ഈക്വൽ ടു സയൻസ്, അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടീഷൻ എഴുതിയത്. അത് ഇന്ന് വെച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് നോക്കാം. ക്വറി 9.19 നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർഡ് കോഴ്സ് നോട്ട് ഇൻ സയൻസ്. വേർഡ് കോഴ്സ് നോട്ട് ഇൻ സയൻസ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സയൻസ് ഗ്രൂപ്പിലല്ലാത്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് കോമേഴ്സിലും ഹ്യൂമാനിറ്റീസും ആയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത്രയാണ് ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കോഡി. ഇനി നെക്സ്റ്റ് വരുന്നത് കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ പാറ്റേൺ മാച്ചിങ്. പാറ്റേൺ മാച്ചിങ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു നെയിം, ആ നെയിമിൽ AN എന്ന് പറയുന്ന ലെറ്റേഴ്സ് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ AN ലെറ്റേഴ്സ് വരുന്ന സബ്സ്ട്രിങ് ആയിട്ട് വരുന്ന നെയിംസിനെ മാത്രം ഡിസ്പ്ലേ ചെയ്യുക. അതുപോലെ AN എല്ലാം അവസാനിക്കുന്ന കുട്ടികളുടെ പേരുകൾ, അതുപോലെ AT ആ ഒരു ലെറ്ററിൽ തുടങ്ങുന്ന പേരുകൾ, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് സ്ട്രിങ്ങുകൾ തന്നിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പേരുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻസൊക്കെയാണ് ഈ പാറ്റേൺ മാച്ചിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ പാറ്റേൺ മാച്ചിങ്ങിൽ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് 2 ഓപ്പറേറ്റർ നമ്മളിവിടെ യൂസ് ചെയ്യും. അപ്പം പാറ്റേൺ മാച്ചിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ലൈക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. LIKE ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് പാറ്റേൺ മാച്ചിങ് ചെയ്യുക. അങ്ങനെ ലൈക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ പാറ്റേൺ മാച്ചിങ് ചെയ്യുമ്പോൾ 2 ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ പാറ്റേൺ മാച്ചിങ് നമ്മൾ ചെയ്യുക. ലൈക്ക് ഓപ്പറേറ്ററും വേണം, കൂടെ 2 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പെർസെൻറ്റേജും ഒന്ന് അണ്ടർസ്കോറും. പെർസെൻറ്റേജും അണ്ടർസ്കോറും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാറ്റേൺ മാച്ചിങ് ചെയ്യുന്നത്. അതിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാച്ചസ് എ സബ്സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് പെർസെൻറ്റേജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി അണ്ടർസ്കോറാണ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അണ്ടർസ്കോറിൻ്റെ അർത്ഥം അവിടെ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമാണ് ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ പറഞ്ഞത്? ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് പാറ്റേൺ മാച്ചിങ് നമ്മൾ ചെയ്യുന്നു. ഒപ്പം തന്നെ പെർസെൻറ്റേജും അണ്ടർസ്കോറും ആയിട്ടുള്ള 2 വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പെർസെൻറ്റേജ് ആണ് എന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്കോർ ആണെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടറിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി എങ്ങനെ പെർസെൻറ്റേജും അണ്ടർസ്കോറും യൂസ് ചെയ്തിട്ട് നമുക്ക് പാറ്റേൺ മാച്ചിങ് ചെയ്യാം എന്നുള്ളതിൻ്റെ കണ്ടീഷൻസ് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് 4 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ AB പെർസെൻറ്റേജ്
ഇത് പറയുന്നേക്കാൾ മുന്നേ ഈ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും രണ്ടായിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യണത്. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ തന്നെയാണ്, അവിടെ സ്മോൾ ലെറ്റർ എ അവിടെ ഉദ്ദേശിക്കണില്ല, കാരണം കേസ് സെൻസിറ്റീവ് ആണത്. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ തന്നെയാണ്, അവിടെ സ്മോൾ ലെറ്റർ എ ഉണ്ടെങ്കിലും അത് മാച്ച് ആവില്ല. ഇപ്പോൾ ഇവിടെ നോക്കണത് ഫസ്റ്റത്തെ പോയിന്റ് നോക്കുക, AB പെർസെൻറ്റേജ്. AB പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചസ് എനി സ്ട്രിങ്സ് ബിഗിനിങ് വിത്ത് AB അല്ലേ. AB പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് എന്തായാലും ക്യാപിറ്റൽ എയും സ്മോൾ ബിയും ആയിരിക്കും. അതിനുശേഷം കുറച്ച് അവിടെ ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഒന്നിലധികം ലെറ്റേഴ്സ് അവിടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ അത് മാച്ച് ചെയ്തെടുക്കും. അപ്പോൾ സ്മോൾ ലെറ്റർ AB എന്നുള്ളത് തെറ്റായ വിചാരമാണ്. ക്യാപിറ്റൽ AB പെർസെൻറ്റേജ് എന്നിട്ട് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ABയിൽ തുടങ്ങുന്ന കുറച്ചധികം ലെറ്റേഴ്സോട് കൂടിയിട്ടുള്ള വേർഡിനെ ആയിരിക്കും അത് മാച്ച് ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക, പെർസെൻറ്റേജ് CAT പെർസെൻറ്റേജ്. അപ്പോൾ അതെന്തായിരിക്കും? CAT പെർസെൻറ്റേജ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ CAT എന്തായാലും ഇടയിൽ എവിടെയും ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രിങ്സിനെ ആയിരിക്കും മാച്ച് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് CAT പെർസെൻറ്റേജ് മാച്ചസ് എനി സ്ട്രിങ്സ് കണ്ടെയ്നിങ് CAT ആസ് എ സബ്സ്ട്രിങ് അല്ലേ. CAT സബ്സ്ട്രിങ് ആയിട്ട് വരുന്ന ഏതൊരു സ്ട്രിങ്ങിനെയും അത് മാച്ച് ചെയ്യും. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ CAT ഇടയിൽ വരുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് മാച്ച് ചെയ്യും. അതുപോലെ ഇൻഡിക്കേഷനിൽ CAT സബ്സ്ട്രിങ് ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ അതിനെ മാച്ച് ചെയ്യും. അതുപോലെ കാറ്ററിങ് തുടക്കമാണെങ്കിലും അത് സബ്സ്ട്രിങ് ആയിട്ട് വരുന്നുള്ളതുകൊണ്ട് കാറ്ററിങ്ങിന് എന്തായാലും അവിടെ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതിയിലുള്ള എക്സാമ്പിൾ. ഇനി മൂന്നാമത്തെ തന്നിട്ടുള്ളത് അണ്ടർസ്കോർ 4 അണ്ടർസ്കോർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും മാച്ച് ചെയ്യുക? അണ്ടർസ്കോർ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഒരു അണ്ടർസ്കോർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടറിനെ മാത്രമാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ 4 അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെറ്റേഴ്സ് ഒന്നും അവിടെ തന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും? അവിടെ 4 ലെറ്റേഴ്സ് മാത്രം വരുന്ന സ്ട്രിങ്ങിനെ ആയിരിക്കും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് മാച്ചസ് എനി സ്ട്രിങ്സ് ഓഫ് എക്സാക്ട്ലി 4 ക്യാരക്ടേഴ്സ് വിത്തൗട്ട് എനി സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം അല്ലേ. ഒരു സ്പേസും വരാതെ 4 ക്യാരക്ടേഴ്സ് മാത്രമുള്ള സ്ട്രിങ്സിനെ ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെ എക്സാമ്പിൾ നോക്കുക, അണ്ടർസ്കോർ പെർസെൻറ്റേജ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? അണ്ടർസ്കോർ 3 അണ്ടർസ്കോർ ഉണ്ട്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് 3 ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട്, പക്ഷേ ലാസ്റ്റ് ഒരു പെർസെൻറ്റേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ? 3 ക്യാരക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് അതിലുണ്ടായിരിക്കും, 3 ക്യാരക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും, ബാക്കി എത്ര വേണമെങ്കിലും ആയിരിക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വറീസ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് ഇൻ ദ ടേബിൾ ദാറ്റ് എൻഡ് വിത്ത് ദ സബ്സ്ട്രിങ് AR. എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് നെയിമിനെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. ആ നെയിമിൽ AR എന്ന് പറയുന്നത് അല്ലെങ്കിൽ ARൽ അവസാനിക്കുന്ന പേരുകൾ, അതാണ് പറയുന്നത് ദ ലിസ്റ്റ് ഓഫ് നെയിംസ് ഇൻ ദ ടേബിൾ ദാറ്റ് എൻഡ് വിത്ത് ദ സബ്സ്ട്രിങ് AR. നമുക്ക് പേരുകൾ നെയിമിനെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള നെയിം? AR എന്ന് പറയുന്ന 2 അക്ഷരത്തിൽ അവസാനിക്കുന്ന നെയിമിനെ വേണം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ ക്വറി എഴുതാം? ക്വറി 9.20 നോക്കുക, സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് അല്ലേ. നെയിമിനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എങ്ങനെയുള്ള നെയിം ആയിരിക്കണം? വേർഡ് നെയിം ലൈക്ക് %AR അല്ലേ. %AR എന്നിട്ട് കഴിഞ്ഞാൽ AR ആണ് ലാസ്റ്റ്, പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ മുൻപ് ഏതൊക്കെയോ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കോഡ് എഴുതാം. സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ്, വേർഡ് നെയിം ലൈക്ക് %AR. അപ്പോൾ നമുക്ക് ഫിഗർ 9.14 എന്ന് പറയുന്ന അതിലൊരു ടേബിൾ തന്നിട്ടുണ്ട്. ദിവാകർ, ശ്രീകുമാർ ഇതാണ് വന്നിട്ടുള്ളത്. അവർ രണ്ടുപേരുടെയും പേര് ARലാണ് അവസാനിക്കുന്നത്. ഇനി വേറൊരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദ ഫോളോയിങ് ക്വറി വിൽ ഡിസ്പ്ലേ ഓൺലി ദിവാകർ സിൻസ് ദർ ആർ 2 അണ്ടർസ്കോർ ക്യാരക്ടേഴ്സ് ഫോർ പാറ്റേൺ മാച്ചിങ്. അതായത് അണ്ടർസ്കോർ വെച്ചിട്ട് എങ്ങനെ ദിവാകർ എന്ന് പറയുന്ന പേരിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അത് തന്നിട്ടുണ്ട്. സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ്, വേർഡ് നെയിം ലൈക്ക് DIOE __AR.
അപ്പോൾ ദിവാകർ എന്ന് പറയുന്ന പേരിന് മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. കാരണം ദിവാകർ എയും കെയും അവിടെ അണ്ടർസ്കോറായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 ക്യാരക്ടേഴ്സ് അവിടെ മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പേരായിട്ടുള്ള ദിവാകറിനെ നമുക്ക് സ്പെഷ്യലി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ നൾ വാല്യൂ സെർച്ച്. അതായത് ഇപ്പോൾ നമ്മളുടെ ടേബിളിൽ ഏതെങ്കിലും നൾ വാല്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കോളത്തിൽ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ഒരു ടേബിളിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടെന്ന് വയ്ക്കുക, 10,000-10,000-ഓളം ഡാറ്റകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കോളത്തിൽ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എഴുതാവുന്ന കുറേ. അപ്പോൾ നമുക്ക് നോക്കാം, നൾ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, അതായത് എന്തെങ്കിലും ഒരു വാല്യൂ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഈസ് ഓപ്പറേറ്ററാണ്. ഈസ് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ സ്റ്റുഡൻറ്റ് ടേബിൾ ദ എഫിംഗം കോളം കണ്ടെയ്ൻസ് നൾ വാല്യൂ ഇൻ 3 റെക്കോർഡ്സ്. അപ്പോൾ അത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ടേബിൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ഫുള്ളി ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ടേബിൾ. അപ്പോൾ അതിൽ എഫിംഗത്തിൽ ഒരു 3 നൾ വാല്യൂസ് കാണാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും, കോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കാണിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നെയിമും കോഴ്സുമാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് നൾ വാല്യൂസ് വരുന്ന ഫാമിലിൻ്റെ നൾ വാല്യൂസ് ആയിട്ട് വരുന്ന കുട്ടികളുടെ പേരും കോഴ്സുമാണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ 9.21 നോക്കുക. സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ എഫ് ഇൻകം ഈസ് നൾ. ഇത്രയേ ഉള്ളൂ. എഫ് ഇൻകം ഈസ് നൾ. അപ്പോൾ എഫ് ഇൻകം എന്ന് പറയുന്ന കോളത്തിൽ നൾ വാല്യൂസ് ഏതൊക്കെയാണോ വരുന്നത് ആ കുട്ടികളുടെ പേരും കോഴ്സുമാണ് ഇവിടെ ഫിഗർ 9.15 കാണിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നള്ളല്ലാത്ത വാല്യൂസ്, എഫ് ഇൻകം നള്ളല്ലാതെ ഉള്ള വാല്യൂസ് വരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ അതേ താഴെ തന്നിട്ടുണ്ട്. സെലക്ട് നെയിം കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ എഫ് ഇൻകം ഈസ് നോട്ട് നൾ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നള്ളല്ലാത്ത വാല്യൂസ് ഉള്ള എഫ് ഇൻകം എന്ന് പറയുന്ന കോളത്തിൽ നള്ളല്ലാതെ ഉള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് പേരും കോഴ്സും ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേർഡ് ക്ലോസ് യൂസ് ചെയ്തിട്ടുള്ള ക്വറീസ്. വേർഡ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഓരോ കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് വാല്യൂസിനെ ഫെച്ച് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കി. അതുപോലെ തന്നെ പാറ്റേൺ മാച്ചിങ്ങും അതുപോലെ ബിറ്റ്വീൻ ആൻഡും ഇന്നും ഈസൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ക്വറീസ് എഴുതുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്.